ദീപ്തി, നമുക്ക് ഈ രാഹുലിനെ കല്യാണം കഴിപ്പിക്കണ്ടേ? എത്ര കാലമായി ഇങ്ങനെ നടക്കുന്നു? എന്താ നിങ്ങളുടെ ഒരു പാർട്ടിയുടെ ഒരു തീരുമാനം? മൈക്ക് പ്ലീസ്. രാഹുൽ ഗാന്ധി വിവാഹം കഴിച്ചിട്ട് കഴിക്കുന്നുള്ള തീരുമാനം തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ല അത്. രാഹുൽ തന്നെ തീരുമാനിക്കേണ്ട. അയാൾ തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കേ. അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പാർട്ടിക്ക് വേണ്ടി നമ്മൾ ചോദിക്കുന്നു, രാഹുൽ തീരുമാനിച്ചിട്ടുണ്ടോ? രാഹുൽ ഗാന്ധിയുടെ വിവാഹത്തിന് ശേഷം കഴിക്കാൻ തീരുമാനിച്ചേക്കാം. അപ്പൊ കല്യാണം കഴിക്കുന്നേ ഇല്ല എന്നാണോ? നോക്കൂ, നിങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനത്തെ നേതാവുണ്ടോ? രാഹുൽ ഗാന്ധി കല്യാണം കഴിച്ചാലേ ഞാൻ കല്യാണം കഴിക്കൂ. എന്തോ ഒരു ദുരുദ്ദേശം. അതേ കഴിക്കാവൂ ഇനി. ആണോ? അതിനു മുമ്പ് കല്യാണം കഴിക്കാം. നിങ്ങൾ പെട്ടുപോകും രാഹുൽ. ഇത് ഞങ്ങൾ സംപ്രേഷണം ചെയ്യത്തില്ല, ഇത് സോഷ്യൽ മീഡിയ കിടക്കും. അരുൺ, ഇതിനകത്ത് എന്തോ ദുരുദ്ദേശമുണ്ട്. ആണോ? ഞാൻ കൃത്യമായി പറയുന്നതിൽ എന്തോ ദുരുദ്ദേശം. ഞങ്ങൾ ഘടകകക്ഷിയിൽ ഇടപെടും. അതാണ് എനിക്ക് തോന്നി ഈ ചർച്ചയ്ക്കായി തന്നെ അവിവാഹിതര അവിവാഹിതരാണ്. പക്ഷെ ആർഷയുടെ കാര്യത്തിൽ ഞങ്ങൾ തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അറിയാം. ഇത് കേട്ടിട്ട് തുറന്നു പറയണോ ഹർഷ? ഇപ്പോ ഇത് കേട്ടിട്ട് ഗോപാലകൃഷ്ണൻ എന്തായാലും ഞാൻ അതനുസരിച്ച് രാഹുൽ ഗാന്ധിയെ പിന്നെ കമ്പയർ ചെയ്തുകൊണ്ടാണ് രാഹുൽ സംസാരിച്ചത്. ഗോപാലകൃഷ്ണൻ പെട്ടെന്ന് ആലോചിച്ചു, ഞാൻ പ്രധാനമന്ത്രി ഒന്ന് കമ്പയർ ചെയ്താലോ. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു. അത് സൂപ്പർ കൗണ്ടർ ആട്ടോ, അത് സൂപ്പർ ആയി പോയി. അപ്പോ എനിക്ക് കല്യാണം കഴിച്ച കുട്ടികളും ഉണ്ട്. അതെ. ചോദ്യം അത് ഇതുവരെ അറിഞ്ഞില്ലെങ്കിൽ കഷ്ടമല്ല. ഞാൻ പ്രധാനമന്ത്രിയെ കുറിച്ചാണ് പറഞ്ഞത്. അതിനകത്തെല്ലാം ഉണ്ട്.